ഹേയ്, ഉറച്ചു വായിക്കരുത്, ഉച്ചത്തിൽ പാടരുത്, പാട്ടു കേൾക്കരുത്, ആണുങ്ങൾക്ക് മുന്നിൽ ചെന്ന് നിൽക്കരുത്, അവരുടെ മുഖത്ത് നോക്കരുത്. പിന്നെ വസ്ത്രം ശരീരം മുഴുവൻ മൂടുന്നതാകണം. നേർത്തതോ ഇറുകിയതോ പാടില്ല. ശിരസ് മൂടണം, മുഖവും. ശരീരം കൊണ്ട് യാതൊരു വിധത്തിലും ആണുങ്ങളെ പ്രലോഭിപ്പിക്കരുത്, മൂടി വയ്ക്കണം. അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം സ്ത്രീകൾക്കുമേൽ ഏർപ്പെടുത്തിയതെന്നല്ലോ പറയേണ്ടത്, അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ നിയമങ്ങളിൽ ചിലത് മാത്രമാണിത്. 2021 ഓഗസ്റ്റ് 15 താലിബാൻ അഫ്ഗാനിൽ അധികാരമേറ്റതിനു ശേഷം ഇതാദ്യമായി കൊണ്ടുവരുന്ന സന്മാർഗ ധാർമ്മിക നിയമങ്ങളുടെ അനുച്ഛേദം 13 സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും നോട്ടത്തിലും പോലും കണിശവും കടുത്തതുമായ നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്നത്. സദ്ഗുണ പ്രചാരണത്തിനും ധാർമ്മികതയ്ക്കെതിരായ പ്രവണതകൾക്ക് എതിരെയുള്ള പ്രതിരോധത്തിനുമായി താലിബാൻ ഭരണകൂടം ഒരു മന്ത്രാലയം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കുള്ള നിയന്ത്രണങ്ങൾ മാത്രമല്ല, പൊതുഗതാഗതം, സംഗീതം, ആഘോഷങ്ങൾ മുതൽ ഷേവിങ്ങിന് വരെ ഇതിൽ താലിബാൻ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാഗ് അംഗീകരിച്ചതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ഈ രേഖ അഫ്ഗാനിലെ ഔദ്യോഗിക നിയമമായി മാറി. താലിബാൻ അധികാരമേറ്റെടുത്തതിനു ശേഷം സദ്ഗുണ പ്രചാരണ മന്ത്രാലയം പുറപ്പെടുവിച്ച ആദ്യത്തെ ഔദ്യോഗിക പ്രഖ്യാപനമാണിത്. സ്ത്രീകളുടെ കാര്യം ആദ്യം പറയാം. സ്ത്രീകൾ സ്വയം ദുഷിക്കപ്പെടാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അമുസ്ലിങ്ങളായ ആണുങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല, പെണ്ണുങ്ങൾക്കും മുമ്പിൽ അഫ്ഗാൻ സ്ത്രീകൾ എത്തരുത്. സ്വന്തം ശരീരം എല്ലായ്പ്പോഴും മറച്ചു പിടിക്കണം, സ്വയം മറഞ്ഞു നിൽക്കണം. രക്തബന്ധമുള്ളവരെയോ ഭർത്താവിനെയോ അല്ലാത്ത പുരുഷന്മാരെ നോക്കുക പോലും ചെയ്യരുത്. സ്ത്രീകളുടെ ശബ്ദം ഇമ്പമാർന്നതാണ്, അതുകൊണ്ട് അവർ ശബ്ദമുയർത്തരുത്. ആണുങ്ങൾക്ക് പ്രലോഭനം വരും. പൊതുസ്ഥലങ്ങളിൽ പാടരുത്, കവിത ചൊല്ലരുത്, വായിക്കരുത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. അപരിചിതർക്കൊപ്പമുള്ള യാത്ര ആലോചിക്കുകയേ വേണ്ട. അടുത്തത് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന യാതൊന്നിൻ്റെയും ചിത്രം പകർത്തരുത്, ഒരു ജീവജാലത്തിൻ്റെയും. പാട്ട് വയ്ക്കരുത്, കേൾപ്പിക്കരുത്. നിലവിലെ നേർത്തില്ലാതായി കഴിഞ്ഞ അഫ്ഗാനിലെ മാധ്യമങ്ങളുടെ പെട്ടിയിലടിക്കുന്ന ഒടുവിലത്തെ ആണിയാകും ഈ നിയമം. പൊതുഗതാഗത സംവിധാനങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യരുത്. നമസ്കാരത്തിന് സമയമാകുമ്പോൾ വാഹനം നിർത്തി ഡ്രൈവർമാരും യാത്രക്കാരും നമസ്കരിച്ചിരിക്കണം എന്ന് തുടങ്ങി നീളുന്നു 114 പേജുള്ള 35 അനുച്ഛേദങ്ങളായി തിരിച്ചിരിക്കുന്ന സന്മാർഗ ധാർമ്മിക നിയമം. ഈ പുതിയ നിയമം പുണ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തിന്മ ഇല്ലാതാക്കുന്നതിനും വലിയ സഹായം ചെയ്യുമെന്ന് സന്മാർഗ മന്ത്രാലയ വക്താവ് മൗലവി അബ്ദുൽ ഗഫാർ ഫറൂഖ് പറഞ്ഞു. നിയമലംഘകർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകും, ആവർത്തിച്ചാൽ അറസ്റ്റ് ചെയ്യും, ശേഷം ശരീഅത്ത് പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യും. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക നിയമവും ജനങ്ങളുടെ പെരുമാറ്റവുമായി യോജിപ്പിക്കുകയാണത്രേ താലിബാന്റെ ലക്ഷ്യം. താലിബാൻ ഭരണം 3 കൊല്ലം പിന്നിടുമ്പോൾ 10 ലക്ഷത്തിലധികം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുവെന്നാണ് യുനെസ്കോ അടുത്തിടെ പുറത്തുവിട്ട കണക്ക്. 6ാം ക്ലാസ്സിന് മുകളിലേക്ക് ഉള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് താലിബാൻ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. താടി വളർത്താതിരുന്നതിന് 280 പട്ടാളക്കാരെ അഫ്ഗാൻ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട വാർത്ത വന്നത് കഴിഞ്ഞ വാരമാണ്. അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിച്ചുവെന്നാരോപിച്ച് ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു. ലോകം അതിൻ്റെ അതിരുകൾ സ്വയം നിർണയിക്കുന്ന കാലത്ത് ഒരു ജനതയെ ആകെ ഇരുട്ടിലേക്ക്, ഭീതിയിലേക്ക് ആട്ടിത്തെളിക്കുകയാണ് താലിബാൻ. ഇരുണ്ട കാലത്ത് പാട്ടുകൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലത്തിൻ്റെ പാട്ടുകൾ. ഇത് പറഞ്ഞത് ബ്രത്തോൾ ബ്രത്താണ്. 20,000-ലേറെ സംഗീതോപകരണങ്ങൾ താലിബാൻ പിടികൂടി നശിപ്പിച്ചുവെന്നാണ് സന്മാർഗ മന്ത്രാലയം ഡയറക്ടർ മുഹിബുള്ള മൊഖ്ലിസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അഭിമാനത്തോടെ പറഞ്ഞത്. താലിബാന്റെ അഫ്ഗാനിൽ ഇരുണ്ട കാലത്ത് പാട്ടുകൾ പോലും ഉണ്ടാകില്ല.